എൻ്റെ പേര് ലക്ഷ്മി സുരേഷ്. എൻ്റെ പേര് ഹന്ന കുര്യൻ. ഞങ്ങൾ കിഡ്സ് വേ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റുകളായി വർക്ക് ചെയ്യുന്നു. നമ്മുടെ കുട്ടികളിൽ ടോയ്ലറ്റ് ട്രെയിനിങ് ബുദ്ധിമുട്ടാക്കുന്നത് പലതരം ഇഷ്യൂസുകൾ കൊണ്ടാകാം. ചിലപ്പോൾ അത് സെൻസറി ഇഷ്യൂസ് കൊണ്ടാവാം, ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് കൊണ്ടാകാം. ഇത് എന്താണ് അവരുടെ ഡിഫിക്കൽട്ടീസ് എന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധികൾ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യാവുന്നതാണ്. ഇതിനുള്ള ചില എളുപ്പ വഴികൾ എന്തെല്ലാമാണെന്ന് നമുക്കിനി നോക്കാം. അതിലൊന്നാമതായി ക്രിയേറ്റ് എ റുട്ടീൻ. നമ്മുടെ കുട്ടികൾ എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടക്കുന്നത് വരെ എപ്പോഴെല്ലാം ടോയ്ലറ്റ് യൂസ് ചെയ്യണമെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. എത്ര നേരം അവർ ടോയ്ലറ്റിൽ ചെലവഴിക്കണമെന്ന ടൈമും അവരെ പറഞ്ഞ് വ്യക്തമാക്കുക. ഇന്ന ടൈമുകളിൽ നീ ടോയ്ലറ്റ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണം, ഇത്ര നേരം നീ അതിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ അതിനുള്ള രീതിയിൽ പ്രാപ്തരാക്കിയാൽ അതിൽ എളുപ്പത്തിൽ നമുക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് 1-2 ദിവസത്തിനുള്ളിൽ ചെയ്തെടുക്കാവുന്ന ഒന്നല്ല. എന്നാൽ കൃത്യമായ ട്രെയിനിങ്ങിലൂടെ ഇതൊരു റുട്ടീനാക്കി മാറ്റാനായിട്ട് സാധിക്കും. രണ്ടാമതായി യൂസ് എ വിഷ്വൽ സപ്പോർട്ട്. പലതരം പിക്ചേഴ്സിലൂടെയോ സയൻസിലൂടെയോ ടോയ്ലറ്റിങ്ങിന്റെ ഓരോ സ്റ്റെപ്സും നമുക്ക് കുട്ടികളെ കാണിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ കുട്ടികൾ വെർബൽ ക്യൂസിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ പിക്ചേഴ്സിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ്. അതിനാൽ ടോയ്ലറ്റിങ്ങിന്റെ ഓരോ സ്റ്റെപ്സും പിക്ചറിലൂടെ കാണിച്ച് അവരെ മനസ്സിലാക്കി നൽകുക. ശേഷം അതുപോലെ അനുകരിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുക. അതിൽ മൂന്നാമതായി സെൻസറി ഇഷ്യൂസ്. നമ്മുടെ കുട്ടികൾ പലതരം സെൻസറി ഇഷ്യൂസ് നേരിടുന്നവരാണ്. ഈ സെൻസറി ഇഷ്യൂസിലൂടെ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് വളരെ ബുദ്ധിമുട്ടുള്ളതുമാക്കുന്നു. എന്നാൽ എന്ത് സെൻസറി ഇഷ്യൂ ആണ് നമ്മുടെ കുട്ടി നേരിടുന്നത് എന്ന് മനസ്സിലാക്കി അവനെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്തെടുക്കാം. ഇതിൽ ചിലത് എന്തെല്ലാമാണെന്ന് നോക്കിയാൽ, ടോയ്ലറ്റ് സീറ്റുകൾ കംഫർട്ടബിൾ അല്ലാത്ത കുട്ടികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അവർക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയതുകൊണ്ടാകാം, ഇല്ലെങ്കിൽ നിങ്ങൾ ടോയ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ് ഫ്രഷ്നേഴ്സിന്റെ സ്മെല്ലുകൾ കുട്ടികൾക്ക് പറ്റാത്തത് കൊണ്ടാകാം, ഇല്ലെങ്കിൽ ലൈറ്റിങ്ങിന്റെ ഇഷ്യൂ ഉണ്ടാകാം. ഇതെല്ലാം എന്താണ് നിങ്ങളുടെ കുട്ടികൾക്ക് എന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധികൾ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യാവുന്നതാണ്. നാലാമതായി റീഇൻഫോഴ്സ്മെന്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നത് ഏത് തരത്തിലുമാകാം. നല്ലൊരു എൻകറേജ്മെന്റ്, ക്ലാപ്പിംഗ്, ചെറിയ ഗിഫ്റ്റുകൾ എന്നിവ കുട്ടികൾ ടോയ്ലറ്റ് കറക്റ്റായി യൂസ് ചെയ്യുമ്പോൾ നൽകാവുന്നതാണ്. ഇത് കുട്ടികൾക്ക് നല്ലൊരു റീഇൻഫോഴ്സ്മെന്റ് ആയിരിക്കും. അഞ്ചാമതായി ടീച്ചിങ് ദം നോൺ വെർബൽ ക്യൂസ്. നമ്മുടെ കുട്ടികൾക്ക് സംസാരത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ അവരെ നോൺ വെർബൽ ക്യൂസിലൂടെ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽറ്റിയെ മാറ്റിയെടുക്കാൻ സാധിക്കും. അവർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ട സമയത്ത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൈനുകൾ പഠിപ്പിച്ചു കൊടുക്കുക, അത് അവരെ പ്രാക്ടീസ് ചെയ്യിക്കുക, അത് അവരോട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറയുക. പിക്ചർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇമിറ്റേഷൻ. കുട്ടികൾക്ക് എപ്പോഴാണ് ടോയ്ലറ്റിൽ പോകേണ്ടത് എന്ന സമയത്ത് അവരോട് ടോയ്ലറ്റിന്റെ പിക്ചർ തൊട്ട് കാണിക്കാനായിട്ട് പറയുക. അവരുടെ ഹൈറ്റിനൊത്ത് ആ പിക്ചേഴ്സ് എല്ലാം സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അവൻ എപ്പോഴാണോ ടോയ്ലറ്റിൽ പോകേണ്ടത് അവനോട് അതിൽ തൊട്ട് കാണിക്കാൻ പറഞ്ഞാൽ അവന് എളുപ്പത്തിൽ ടോയ്ലറ്റിലോട്ട് പോവാനെന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇമിറ്റേഷൻ. ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിയോട് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കുക. അത് 1-2 ക്യൂസ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആ 1-2 ക്യൂസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും, ഓക്കെ, കുട്ടിക്ക് ഇപ്പോൾ ടോയ്ലറ്റിൽ പോകണം എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് വീട്ടിൽ മാത്രമല്ല, പുറത്തുള്ള സ്ഥലങ്ങളിലും പിക്ചർ റെപ്രസെന്റേഷൻ സാധിക്കാത്ത സമയങ്ങളിൽ ഈ ഇമിറ്റേഷൻ അവർക്ക് എളുപ്പത്തിൽ ചെയ്യാനും അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകണമെന്ന് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. ആറാമതായി മോഡലിംഗ്. നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കണമെന്ന് കുട്ടികൾക്ക് മോഡലിംഗ് ചെയ്ത് കാണിച്ചു കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾ പേരൻസിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ ഫാമിലിയിലുള്ള ഏതെങ്കിലും 2-3 വയസ്സുള്ള കുട്ടികളെ ഉപയോഗിച്ച് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെയുള്ള വീഡിയോ എടുത്ത് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നൽകാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളിൽ ശീലമാക്കാൻ സാധിച്ചാൽ ടോയ്ലറ്റ് ട്രെയിനിങ് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. എന്നാൽ ഒരു കുട്ടി മറ്റൊരു കുട്ടിയിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവരെടുക്കുന്ന സമയവും വ്യത്യസ്തമായിരിക്കും. അവർക്ക് വേണ്ട സമയം നൽകി അവരെ കംഫർട്ടബിൾ ആക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ടോയ്ലറ്റ്. ഞങ്ങൾ ഇന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക് യു ഓൾ.